ആ ബിസിനസ്സിൽ അള്ളാഹുവും അവൻ്റെ റസൂലും. ഇപ്പോഴത്തെ ബിസിനസ് ഞാനങ്ങോട്ട് പോയ സമയം നീണ്ടുപോകും. മിക്കവാറും ആളുകൾ എന്താക്കുന്നുണ്ട്, പല സ്ഥലത്തും ബിസിനസ്സിന് പൈസ കൊടുക്കും അല്ലേ, ബിസിനസ്സിന് പൈസ കൊടുക്കും. എന്നിട്ട് ബിസിനസ്സിൽ ഇങ്ങനെ പൈസ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടണം. ബിസിനസ് പൊട്ടിയാൽ ബിസിനസ്സിൽ നിങ്ങൾ ലാഭം വാങ്ങിയിട്ടുണ്ടോ നഷ്ടവും സഹിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബിസിനസ്സിന് പൈസ കൊടുക്കാൻ നിൽക്കരുത്. ബിസിനസ്സിൽ നമ്മൾ ഫണ്ട് ഇറക്കുന്ന സമയത്ത് ഒരു നിബന്ധന വെക്കുക, ബിസിനസ് ലാഭമാണെങ്കിൽ നഷ്ടമാണ്, ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ ആ ബിസിനസ് ശരിയല്ല, ഹറാമായ ബിസിനസ്സാണത്. ബിസിനസ്സിലേക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ബിസിനസ്സിൽ ലാഭം മാസത്തിൽ ഇങ്ങനെ ലാഭവീതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ബിസിനസ് പൊട്ടിയാൽ നമ്മൾ ഗുണ്ടകളെയും കൂട്ടിപ്പോയിട്ട് അവൻ്റെ പുര വളയുന്ന പരിപാടി ശരിയല്ല. ബിസിനസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ നഷ്ടം വന്നത് നമ്മൾ കൊടുത്ത വിഹിതം നമ്മൾ സഹിച്ചേ പറ്റൂ. 1. 2, എല്ലാ മാസവും 2500 രൂപ തരാമെന്നും പറഞ്ഞിട്ട് 1,00,000 രൂപ നിങ്ങൾ ബിസിനസ്സിന് കൊടുത്തു. ഒരു കടയിൽ മാസാമാസം 2500 രൂപ ലാഭം തരും. ആ ബിസിനസ്സും ഹറാമാണ്. ആ ബിസിനസ്സും ഹറാമാണ്. എന്തുകൊണ്ട്? മാസാമാസം 2500 രൂപ കിട്ടുന്ന ആരെ ഉറപ്പെന്നത്? മാസാമാസം 2500 കിട്ടുള്ളൂ എന്ന് ഉറപ്പെന്നത്? ഇങ്ങനെ പറ്റും. മാസാമാസം 2500 തരും, കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് മൊത്തം കണക്ക് കൂട്ടി വെക്കും, എന്നിട്ട് ലാഭം ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് തരും, അങ്ങോട്ടാണ് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ മാസാമാസം നിശ്ചിതമായ സംഖ്യ നിനക്ക് ലാഭം തരാ എന്ന് പറയുന്ന കച്ചവടം സഹിയല്ല. 3, നിശ്ചിത ശതമാനം മാസത്തിൽ ലാഭം തരാമെന്ന് പറയുന്നു, ലാഭത്തിൻ്റെ 10% എനിക്ക് തരാ പറ്റൂല. നമ്മൾ കൊടുത്ത പൈസ എത്ര ഉണ്ടോ അതിൻ്റെ മൂല്യം നോക്കി ലാഭം കിട്ടണം. 10 ലക്ഷം, 1 കോടിയുള്ള ബിസിനസ്സിലേക്ക് നിങ്ങൾ 10 ലക്ഷമാണോ കൊടുത്തത്, ലാഭത്തിൻ്റെ 10 നിങ്ങൾക്കുള്ളതാ. ലാഭത്തിൻ്റെ 10 അത് നിങ്ങൾ കൊടുത്തത് 10 ലക്ഷം ആയതുകൊണ്ടാണ്. അത് 5 ലക്ഷമാണ് കൊടുത്തതെങ്കിൽ ലാഭത്തിൻ്റെ 20 നിങ്ങൾ ഉണ്ടാവുള്ളൂ, 10 ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഏത് സംഗതി എടുത്തു നോക്കിയാലും അള്ളാഹുവും റസൂലും എന്താണ് പറഞ്ഞത്? ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന സക്കാത്തുകൾ അങ്ങോട്ടൊരു കൊട്ടക്കണക്കിന് കൊടുക്കലാണ്, പറ്റൂല. കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളെ കച്ചവടം തുടങ്ങിയ ഡേറ്റ് മുതൽ അറബി മാസപ്രകാരം ഒരു കൊല്ലം പൂർത്തിയാകുന്ന അന്ന് കറക്റ്റ് കടയിലുള്ള കടുക് മുതൽ ഉപ്പ് വരെയുള്ള സകല സാധനവും നിങ്ങൾ സ്റ്റോക്ക് എടുപ്പ് നടത്തണം. ഒരു കൊട്ടക്കണക്കാട് കൊടുത്താലൊന്നും പോരാ, കറക്റ്റ് കണക്കെടുക്കണം. എന്നിട്ട് അത് സക്കാത്ത് കൊടുക്കാനുള്ള വിഹിതത്തിനുള്ള, സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള പൈസൻ്റെ സാധനം ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% കാശ് പാവപ്പെട്ടവർക്ക് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ഹറാമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും കാനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവൻ ഇഷ്ടമുള്ളതാവണം ഏത് വിഷയത്തിലാണെങ്കിലും. മോളെ കല്യാണം നടക്കുന്ന സമയത്ത് നല്ലൊരു ഹാള് വാടകയ്ക്കെടുത്തു. ആ ഹാളിൽ ആണും പെണ്ണും ഇടകലരുന്ന രൂപത്തിലുള്ള കല്യാണം ഇസ്ലാം പറഞ്ഞതല്ല, അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടമുള്ളതല്ല. അവിടെ 1 ലക്ഷവും 2 ലക്ഷവും മുടക്കി ഹാളെടുക്കുമ്പോൾ 5,000 കൂടി അധികം കൊടുത്ത് അതിൻ്റെ നടുവിൽ ആണിനും പെണ്ണിനും 2 പാർട്ടാക്കി മാറ്റണം. ഇതാണ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത്. അവിടെ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക, അള്ളാഹുവിനും റസൂലിനും. രണ്ടാമത്തത് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കലാണ്. ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ഭൗതികമായ ഒരു താല്പര്യവുമില്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുക, ഭൗതികമായൊരു താല്പര്യം. നമ്മൾ ഔലിയാക്കന്മാരെടുത്തു എന്തിനാ പോണത്? ബിസിനസ് ശേഷം മോശമാണ്, അത് ശരിയാക്കാൻ വേണ്ടിയാണ്, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. മോളെ രോഗം മാറാൻ വേണ്ടി പറയാനാണ് എപ്പിസ്ഥാൻ്റെ അടുത്ത് പോണത്. പോണതിന് കുഴപ്പമൊന്നുമില്ല. മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാൻ്റെ മാർഗത്തിലായിരിക്കണം. അള്ളാൻ്റെ മാർഗമിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതർക്കും കിട്ടുമെന്നത് തീർച്ച. അള്ളാൻ്റെ മാർഗത്തിൽ 2 ആൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചാൽ അവർക്ക് അർശിൻ്റെ തണൽ കിട്ടുമെന്ന് സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക. മൂന്നാമത്തത് ഒരാൾ കുഫറിലേക്ക് തന്നെ തിരിച്ചു പോകലിനെ വെറുക്കലാണ്.
അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയൽ, തീയിലേക്ക് വലിച്ചെറിയൽ എത്രത്തോളം വെറുക്കുന്നുവോ അത്രയും ഒരു മനുഷ്യൻ കുഫറിലേക്ക് തിരിച്ചു പോകലിനെ വെറുക്കുക. ഒരാളെ തീയിലേക്ക് പിടിച്ചും കൊണ്ട് വലിച്ചെറിയാൻ അതിന് എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം പടച്ചോൻ എന്നെ മുസ്ലിമാക്കി. ഇനി ഇവിടുന്ന് എന്ത് പ്രലോഭനം കിട്ടിയാലും എന്ത് പ്രകോപനം ഉണ്ടായാലും ഈ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക്, ഈ മതത്തിൽ നിന്ന് പിന്മാറലിനെ വെറുക്കലാണ്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അനിൽ ഈമാൻ, എന്താണ് ഈമാൻ? കാല അവിടുന്ന് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് നീ വിശ്വസിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കണം. എന്ന് യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈക മിമ്മാ സിവാഹുമാ. അല്ലാഹും റസൂലുമല്ലാത്ത മറ്റെല്ലാറ്റിനേക്കാളും അവരെ നീ മഹബത്ത് വെക്കണം. വഅൻ തുഹ്റക ഫിന്നാരി അഹബ്ബു ഇലൈക മിൻ അൻ തുശ്രിക ബില്ലാഹ്. നിന്നെ തീയിലിട്ട് ചുടലാണ് അല്ലാഹു അല്ലാത്ത മറ്റൊരാളെ ആരാധിക്കുന്നതിനേക്കാൾ നിനക്കിഷ്ടം. ആ ഒരു തലത്തിലേക്ക് നീ വളരണം. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ആരാധിക്കുന്നതിനേക്കാൾ നിനക്കിഷ്ടമുള്ളത് അത് നിന്നെ തീയിലിട്ട് ചുടലാണ്. ആ ഒരവസ്ഥയിലേക്ക് നീ എന്നാണോ വളരുന്നത് അപ്പോഴേ നിന്റെ ഈമാൻ പൂർണ്ണമാകുന്നുള്ളൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഈമാനാണ് മഹാനായ ബിലാൽ തങ്ങളെ നെഞ്ചിലേക്ക് ഒരാൾക്ക് എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ല് കയറ്റി വെച്ചിട്ട് അദ്ദേഹത്തിനോട് മതത്തിൽ നിന്ന് മാറാൻ പറഞ്ഞപ്പോൾ അഹദ് 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 എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള മഹബത്താണ്, ഈമാനിൻ്റെ മധുരം അനുഭവിച്ചതാണ്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്, കാനത്ത് ഖുർറത്തു ഐനി ഫിസ്വലാ. എനിക്ക് മനസ്സിന് ഏറ്റവും കുളിര് കിട്ടിയത് സ്വന്തം മക്കളെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ മറ്റെല്ലാറ്റിനേക്കാളും ഫിസ്വലാ, നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നാൽ വല്ലാത്ത മനസ്സിന് കുളിരാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മനസ്സിന് വല്ലാത്തൊരു കുളിര്. എത്ര മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ചില മഹാന്മാർ പറയണത് ലാ ലദ്ദത ലിൽ ഐഷ് ലൗലാ ഖിയാമുൽ ലൈൽ. രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്ന് പറയുന്ന തഹജ്ജുദ് നിസ്കാരമെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് രസമുള്ളത്. രാത്രിയിലെ ചില മഹാന്മാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണ്? സുബിയാൻ കൊടുക്കലാണ്. ഏറ്റവും വലിയ ടെൻഷൻ നമ്മളെയും ടെൻഷനായി തന്നെയാണ്. നമ്മളെ ടെൻഷൻ സുബിക്ക് എണീക്കണം എന്നുള്ളതാണ്. അവരുടെ ടെൻഷൻ അതല്ല. സുബിഹിവാൻ കൊടുത്താൽ എന്താക്കണം? തഹജ്ജുദ് നിസ്കാരം നിർത്താനുള്ള സമയമായല്ലോ എന്നാലോചിച്ചുകൊണ്ട് അങ്ങേയറ്റം സങ്കടപ്പെടുന്ന ഒരവസ്ഥ മഹാന്മാരായ ആളുകൾക്കുണ്ടായിരുന്നു. ഒരു സ്വഹാബി, അദ്ദേഹം ശരീരം മൊത്തം തളർന്നു കിടക്കുകയാണ്. ആ ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. മക്കളോട്, അരികിലുള്ളവരോട് പറയുന്നു, നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് നിൽക്കും, ഞാൻ നിങ്ങളെ തോളിൽ കൈയിട്ട് പള്ളിയിലേക്ക് പോകട്ടെ. മക്കൾ ചോദിച്ചു, അന്ത മഅ്ദൂർ, നിങ്ങൾ ജമാഅത്തിന് പോകാതിരിക്കാനുള്ള കാരണം ഉണ്ടല്ലോ. ഇങ്ങനെ ശരീരം അനക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന ഒരാൾ ജമാഅത്തിന് പോയാൽ നിർബന്ധമില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അദ്ദേഹം ചോദിക്കുന്നു, പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണല്ലോ വിളിച്ചത്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്നേഹത്തിൻ്റെ ഉടമയായ അള്ളാഹുവിൻ്റെ പ്രതിനിധി വിളിച്ചാൽ ഞാൻ എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? എനിക്ക് പോകാതിരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് രണ്ടാളുകളുടെ തോളിൽ കൈയിട്ടിട്ട് കാലൊന്നും നിലത്ത് അമർന്നു നിൽക്കൂല, കുഴഞ്ഞു പോയതാണ്. വേച്ച് പള്ളിയിലേക്ക് പോയി. ഇമാമിൻ്റെ കൂടെ ഒരു റക്അത്ത് നിസ്കരിച്ചു, അവിടെ കടന്ന് മരിച്ചുപോയി. മറ്റൊരു മഹാൻ പറയുന്നത്, തൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകൾ താഴ്സിയത്തിന് വേണ്ടി ചെന്നു. അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചെന്നു.
ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, എൻ്റെ ദുനിയാവിൻ്റെ സമ്പത്താണല്ലേ എൻ്റെ മകൻ. ഈ മകൻ മരണപ്പെട്ടപ്പോൾ എന്നെ സമാധാനിപ്പിക്കാനും എന്നെ അനുശോചനമറിയിപ്പിക്കാനും എന്നോട് സങ്കടങ്ങൾ പങ്കുവെക്കാനും എൻ്റെ സങ്കടത്തിൽ പങ്കുചേരാനും എത്രയോ മനുഷ്യന്മാർ വരുന്നുണ്ടല്ലോ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരാളും എൻ്റെ അരികിലേക്ക് എന്നെ സമാധാനിപ്പിക്കാൻ വന്നില്ലല്ലോ. സ്വന്തം മകൻ മരണപ്പെടുന്നതിനേക്കാൾ വേദനയോടെ കണ്ടത് ഒരു വഖത്ത് ജമാഅത്ത് നഷ്ടപ്പെടുന്നതാണ്. ഇതാണ് ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്നത്. ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അതൊരു വല്ലാത്ത സുഖമാണ്. പിന്നെ ഓരോ ഇബാദത്തിലും അതിൻ്റെ രസമാണ് അവിടെയാണ്. സ്വന്തം വീട്ടിൽ മരണസമയത്ത് വാപ്പ മരണവപ്രാളത്തിലാണ്. ആ സമയത്ത് മകനാകെ ബേജാറാവുകയാണ്. ആകെ പേടിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ മകനോട് വാപ്പ പറയുന്നു, മോനെ, എൻ്റെ കാര്യമോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, എൻ്റെ കാര്യമോർത്ത് നീ വേദനിക്കണ്ട. ആ കാണുന്ന മൂലയുണ്ടല്ലോ, ഈ റൂമുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് 14,000 ഖത്തമാണ് മോനെ ഞാൻ തീർത്തത്. എത്ര ഖത്തം? 14,000 ഖത്തം ഞാനിവിടെ ഓതി തീർത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, 14,000 ഖത്തം ഒരാൾക്ക് എങ്ങനെ ഓതി തീർക്കാൻ കഴിയുന്നു? അത് അവരെ ഉള്ളിൽ തട്ടിയ ഈമാനിൻ്റെ മധുരമാണ്. ഖുർആൻ എടുക്കുമ്പോഴത്തേക്കും ഉറക്കം വരുന്ന അവസ്ഥയുണ്ടോ? ഖുർആൻ ഒന്ന് തൊടുമ്പം അല്പം ദിക്ർ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആ ഖുർആനെടുത്ത് ഓതുമ്പം ദിക്ർ ചെല്ലുമ്പോൾ ഒരു മടുപ്പും വെറുപ്പും ചടപ്പും വരുന്നുണ്ടോ? എൻ്റെ സഹോദരന്മാരെ, ഈമാനിൻ്റെ മധുരത്തിൻ്റെ കുറവാണ്. എന്താ കാരണം എന്നറിയോ? നമ്മൾ ഈ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, സാധാരണ ഭക്ഷണമെന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയുടെ ആവശ്യമാണ്. നിങ്ങൾ നല്ല അടിപൊളി രുചിയുള്ള ഫുഡ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് മുന്നിൽ കൊണ്ടുപോയി വെച്ച ഒരു സൽക്കാര വീട്ടിലാണ് നോമ്പ് തുറക്കാൻ പോയതാണ്. ബിരിയാണി ഉണ്ട്, കപ്സുണ്ട്, പത്തിരിണ്ട്, പൊറോട്ട ഉണ്ട്, ഇറച്ചിയുണ്ട്, കാടുണ്ട്, മീനുണ്ട്, ബീഫുണ്ട്, ആടുണ്ട്, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിൽ പൊരിച്ചതും വറുത്തതും എല്ലാ രീതിയിലും റെഡിയാക്കി വെച്ചു. നിങ്ങൾ 6 പേര് ആ മേശയ്ക്ക് ചുറ്റും ഇരുന്നു. സുബ്ഹാനല്ലാഹ്, 5 പേരും വയറു നിറയെ ഫുഡ് കഴിക്കുന്നു. ഒരാൾ പറയുന്നു ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മന്തിയാണ്, മറ്റേ പറയുന്നു ബിരിയാണിയും മോശമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മറ്റേ പറഞ്ഞാൽ പത്തിരിയും കോഴിക്കറിയും ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ കൂട്ടത്തിൽ ഒരുത്തനുണ്ടല്ലോ, അവൻ ഏത് ഫുഡ് എടുത്ത് വായിലിട്ടാലും രസല്യല്ലോ, രസല്യല്ലോ, ഇതൊരു സുഖല്യല്ലോ എന്ന് പറയുന്ന വിധം ഒന്നിനും ടേസ്റ്റ് ഇല്ല. അവനെല്ലാം തുപ്പിക്കളയാണ്. ബാക്കിയുള്ള 5 ആളുകൾക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ്, ഒരാൾക്ക് തീരെ ടേസ്റ്റ് ഇല്ല. ഇവിടെ കുഴപ്പം എന്താണ്? ഈ ഭക്ഷണത്തിൻ്റെ കുഴപ്പമല്ല, ഇത് കഴിക്കുന്ന ചങ്ങാതിക്ക് പനി പിടിച്ചതാണ്. പനി പിടിച്ചാൽ വായക്കൊരു കയ്പ്പ് വരാനുണ്ട്, പിന്നെ ഒരു ഭക്ഷണത്തിൻ്റെയും രുചി അറിയൂല. നല്ല പല്ലുവേദനയുള്ളയാൾക്ക് നല്ല മധുരമുള്ള ഹലുവയുടെ കഷ്ണം കൊണ്ടുപോയി കൊടുത്തു നോക്ക്, അതിൻ്റെ രുചി അറിയാൻ അവർക്ക് കഴിയില്ലല്ലോ. അത് ഹലുവൻ്റെ കുഴപ്പമല്ല, പല്ലിൻ്റെ കുഴപ്പമാണ്. ഇതേ രൂപത്തിൽ നമ്മുടെ ആത്മാവിന് കേടുവന്ന് കഴിഞ്ഞാൽ, ഈമാനിന് മധുരം കിട്ടാതെ ആയി കഴിഞ്ഞാൽ ഇബാദത്തിൻ്റെ രസം അനുഭവിക്കാൻ കഴിയില്ല. ഈമാനിൻ്റെ മധുരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇബാദത്തിനും നമ്മൾക്ക് സുഖം കിട്ടൂല. അതുകൊണ്ട് തന്നെ എൻ്റെ സദസ്സിനോട് പറയട്ടെ, ഞാനും നിങ്ങളും നമ്മുടെ ഈമാനിൻ്റെ മധുരം കൂട്ടാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. ഈമാനിൻ്റെ മധുരം കിട്ടണമെങ്കിൽ 3 കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. മഹാനായ സയ്യിദുന ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, 1, ദുനിയാവിനെ ചെറുതായി കാണണം. ദുനിയാവിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ, ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിൻ്റെ ഇടയിൽ ഹറാമും ഹലാലും നമ്മൾ മറന്നു പോവുകയാണ്. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ചിന്തയാണ്. അത് നമ്മുടെ ഈമാനിന് ചുരുക്കിക്കളയും.
ദുനിയാവ് തീരെ വേണ്ട എന്നല്ല, ദുനിയാവിന് ആഖിറത്തിനേക്കാൾ വില കൊടുക്കാൻ പാടില്ല. ആഖിറത്തിൻ്റെ പകുതി വില പോലും ദുനിയാവിന് കൊടുക്കാൻ പാടില്ല. അല്ലദീന യസ്തറൂനൽ ഹയാത്ത ദുനിയാ ബിൽ ആഖിറ, ദുനിയാവിനെ പരലോകത്തെ വിറ്റിട്ട് ദുനിയാവ് വാങ്ങുന്ന ആളുകളാവാൻ പാടില്ല നമ്മൾ. ഏത് സമ്പാദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ഇതെൻ്റെ ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുമോ എന്ന ആലോചനയ്ക്ക് ശേഷമേ അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് ഖുർആനിനെ അങ്ങേയറ്റം മഹബത്ത് വെക്കുക. ഖുർആൻ പാരായണം ചെയ്യൽ എത്രത്തോളമുണ്ടോ, നിങ്ങൾക്ക് ഈമാനുണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഖുർആൻ ഓതി നോക്കുക. ഒരു 2 പേജ് ഖുർആൻ ഓതുമ്പോഴത്തേക്കും മടുപ്പ് വരുന്നുണ്ടോ? ആ സ്കാനിങ്ങിൽ ബോധ്യപ്പെട്ടു ഈമാൻ കുറവുണ്ട്. ഒരു 3 പേജ് ഖുർആൻ ഓതുമ്പോഴത്തേക്കും ഉറക്കം തൂങ്ങിയോ? നിനക്ക് ഈമാനിൻ്റെ കുറവുണ്ട്, നമുക്ക് ഈമാനിൻ്റെ കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. 1 ദുനിയാവിനെ ചെറുതായി കാണുക, 2 ഖുർആനിനെ അധികമായി പാരായണം ചെയ്യുക, 3 ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരം പതിവാക്കുക, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. തോന വേണ്ട 2 റക്അത്തെങ്കിലും എന്നും സുബഹിൻ്റെ മുമ്പ് ഒരു 1/4 മണിക്കൂറും എഴുന്നേറ്റ് സുബഹിയാൻ കൊടുക്കുന്നതിന് മുമ്പ്. റമദാനിൽ എന്തായാലും നിങ്ങൾ നിസ്കരിക്കും. റമദാനിൽ തഹജ്ജുദ് നിസ്കരിക്കാത്തവനെ പറ്റി എന്താ പറയുക? ഏതായാലും ആ സമയത്ത് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുക. ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാതെ ഒരുത്തനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവനെ കുറിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. 3 കാര്യങ്ങൾ: 1 ദുനിയാവിനെ ചെറുതായി കാണുക, 2 ഖുർആനിനെ മഹബത്ത് വെക്കുക, 3 തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈമാനിൻ്റെ മധുരം നഷ്ടപ്പെടുത്തുന്ന കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക. 1 ഹറാമായ സമ്പത്ത്. നമ്മുടെ സമ്പാദ്യത്തിൽ ഒരു ഹറാമ് കയറിയിട്ടുണ്ടെങ്കിൽ, ഹറാമായ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടതുണ്ട്. നമ്മളൊരാൾ ജോലിക്ക് പോയി, രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പണിക്ക് പോകുന്നത്. സമയം കേട്ടോ, ഒരു വീട്ടിൽ പണിയെടുക്കേണ്ടത്. ആ 7 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഫുള്ള് പണിയെടുക്കേണ്ടതാണ്. അവിടെ ഭക്ഷണത്തിനുള്ള കുറച്ച് സമയം മാത്രമേ ഗ്യാപ്പുള്ളൂ. ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് വന്ന ഫോണ്, കുടുംബക്കാരൻ വിളിച്ച ഫോണ്, കൂട്ടുകാരൻ വിളിച്ച ഫോൺ എടുത്തിട്ട് 10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ വാങ്ങിയ പൈസ ഹറാമാണ്. നമ്മളൊരു സ്ഥലത്ത് കമ്പ്യൂട്ടറിൻ്റെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അവിടെയുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെന്താക്കി, നമ്മളെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ റെഡിയാക്കിയാൽ ഹറാമാണത്. അല്ലെങ്കിൽ അവർ നമുക്ക് ആദ്യം സമ്മതം തരണം. ഇങ്ങനെ ഹറാമ് കയറി കൂടുന്ന എത്ര സംഗതികളുണ്ട്. കൈക്കൂലി കൊടുക്കലും കൈക്കൂലി വാങ്ങലും കടുത്ത ഹറാമാണ്. കൈക്കൂലി വാങ്ങലും ഹറാമാണ്, കൈക്കൂലി കൊടുക്കലും കടുത്ത ഹറാമാണ്. അങ്ങനെ ഒരു സാമ്പത്തിക വിഷയത്തിലേക്ക് അപ്പോൾ പോയാൽ സമയം നീണ്ടുപോകും. അപ്പോൾ 1 ഹറാമായ സമ്പത്ത്, 2 ദോഷം. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഈമാനിൻ്റെ മധുരം കുറഞ്ഞു പോകും. കറുത്ത മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങളെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്ന ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഇന്നി അറാഫി വജീക അസറ സിന. വേറെ ഹദീസുകളിൽ ചില മനുഷ്യന്മാർ നമ്മുടെ അരികിലേക്ക് കയറി വരും, വഫി വജീഹി അസറു സിന, വ്യഭിചാരത്തിൻ്റെ അടയാളം അവൻ്റെ മുഖത്തുണ്ട്. എൻ്റെ അരികിലേക്ക് ചില ആളുകൾ കയറി വരുമ്പം വ്യഭിചാരത്തിൻ്റെ അടയാളം ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമ്പോൾ ഒരു പെണ്ണ് റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നോക്കിപ്പോയി. അന്നലുറു സിനലൈനി, നോട്ടം കണ്ണിൻ്റെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ ഒരു നോട്ടം നോക്കൽ, ആ നോട്ടം ദീർഘിപ്പിക്കൽ കണ്ണിൻ്റെ വ്യഭിചാരമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് വ്യഭിചാരത്തിൻ്റെ അടയാളം മുഖത്ത് പതിഞ്ഞു. അത് മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഖുലൂബുല്ലാരിഫീന ലഹ ഒയൂനു തറാമാലായ റാഹുന്നാലിറൂന, അകക്കണ്ണുകൊണ്ട് അവർക്ക് അതൊക്കെ കാണാൻ കഴിയും. അങ്ങനെ കണ്ടു. അപ്പം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ കറുത്ത പാട് വീണിട്ട് ഈമാനിൻ്റെ തിളക്കം നഷ്ടപ്പെട്ട്, ഈമാനിൻ്റെ മധുരം നഷ്ടപ്പെട്ടുക. 3 സംഗീതം, വാദ്യസംഗീതങ്ങൾ, മ്യൂസിക്കുകൾ കേട്ടാൽ, മൻസമിയന്നഗിമാത്ത്, വാദ്യസംഗീതം കേട്ടാൽ നബത ഫി ഖൽബിഹി അന്നിഫാഖ്, അവൻ്റെ ഹൃദയത്തിൽ കപട വിശ്വാസം മുളച്ചു വരും.
ആരെങ്കിലും വാദ്യ സംഗീതങ്ങൾ കേട്ടാൽ, അത് ഏതെങ്കിലും റീൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്ന വാദ്യസംഗീതമാണെങ്കിലും ശരി, ഏതെങ്കിലും പാട്ടിൻ്റെ ബാക്കിൽ കൊടുക്കുന്നതാണെങ്കിലും ശരി, മ്യൂസിക് കേട്ടാൽ, വാദ്യസംഗീതം കേട്ടാൽ അവൻ്റെ ഹൃദയത്തിൽ കപട വിശ്വാസം മുളച്ചു വരും. എങ്ങനെ? വെള്ളമുറ്റുന്ന സ്ഥലത്ത് പുല്ല് മുളയ്ക്കുന്നത് പോലെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേട്ട മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് വീണ് പോയിട്ടുണ്ട്, ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കുക. അപ്പം 3 എണ്ണം പറഞ്ഞിട്ട്, 1 ഹറാമായ സമ്പത്ത്, മറ്റൊന്ന് ദോഷങ്ങൾ അധികരിപ്പിക്കുക, 3 സംഗീതം, 4-മത്തത് മോശം കൂട്ടുകെട്ട്. ചീത്ത കൂട്ടുകാരെ കൂടെ, ഒരാൾ മോശം കൂട്ടുകാരെ കൂടെ നടന്നാൽ 8 ദുർഗുണങ്ങൾ അവനുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞാനോലെ കൂടെ നടന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ തെറ്റ് ചെയ്യാൻ ഞാൻ പോരാ. അത്തർ വിൽക്കുന്നവൻ്റെ അടുത്ത് വെറുതെ പോയി എന്നാൽ സുഗന്ധം ഉണ്ടാവും. ചാണം കടത്തുന്നവൻ്റെ അടുത്ത് വെറുതെ പോയി എന്നാൽ ചാണം നാറും. ഇതേ രൂപത്തിൽ ചീത്ത കൂട്ടുകെട്ട് നിങ്ങൾക്കുണ്ടോ, നമ്മൾക്കുണ്ടോ, ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകട്ടെ. അടുത്തത് 5-മത്തത് ദിക്ർ വളരെ കുറവ്. തീരെ ദിക്ർ ചെല്ലുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബൈക്കുമ്പോൾ പോരാണെങ്കിൽ ഒരു പണിയുമില്ല. ഒരു ചെറിയ കൗണ്ടർ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോരാണെങ്കിൽ 20 മിനിറ്റ് ഓടുന്ന ആൾക്ക് എത്രയോ ലായിലായില്ലെന്ന് ചെല്ലാൻ പറ്റും. തിരിച്ചു പോകുമ്പോൾ എത്രയോ ലായിലായില്ല. നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് രണ്ടും ഈക്വലായി നിന്ന് തിന്മയുടെ വശം, ഒരൊറ്റ തിന്മ അധികരിച്ചതുകൊണ്ട് തിന്മയുടെ വശം കനം തൂങ്ങിയാൽ നമ്മൾ നരകത്തിലാണ്. ഒരൊറ്റ സുബ്ഹാനല്ലാഹ് അപ്പുറത്തിടാണ്ടെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഒരൊറ്റ ലായിലായില്ല. പക്ഷേ അവിടെ നിന്ന് പിന്നെ ചെല്ലാൻ ടൈമില്ല. കിട്ടുന്ന ടൈം ദുനിയാവെന്ന് ചൊല്ലി അങ്ങ് തീർക്കുക. ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ ടൈം കിട്ടിയാൽ, ഒരു മഹാൻ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം നോമ്പ് തുറക്കാൻ നേരത്ത് എടുത്ത പാത്രം, പിന്നെ പാത്രത്തിൽ കഞ്ഞിൻ്റെ വെള്ളം മാത്രമാണ് വറ്റില്ല, കഞ്ഞിൻ്റെ വെള്ളം മാത്രമാണ് വറ്റില്ല. അദ്ദേഹത്തോട് കൂട്ടുകാരൻ ചോദിച്ചു, ഇതിലെന്താ തീരെ വറ്റില്ലാത്തത്? അദ്ദേഹം പറഞ്ഞു, വറ്റുണ്ടെങ്കിൽ അത് ചവക്കുന്ന ടൈം ഞാനൊന്ന് കണക്കൂട്ടി നോക്കിയപ്പം 70 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാനുള്ള ടൈമുണ്ട്. അപ്പോൾ ആ ചവക്കുന്ന ടൈമും കൂടി എനിക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വറ്റൊഴിവാക്കി കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കണമെന്ന് പറയുന്ന ഒരവസ്ഥ മഹാന്മാർക്കിടയിലുണ്ട്. അപ്പം കിട്ടുന്ന ടൈം ദിക്ർ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള മാർഗം നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു നിയ്യത്ത് നമ്മൾ ചെയ്യേണ്ടത് അതേതാ? സല്ലി ഫർള സ്വലാത്തുൽ ളുഹ്രി 4 റക്അത്ത്. അതല്ല ഞാൻ പറഞ്ഞത്. ആ നിയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? തക്ബീർ അല്ലല്ലേ? തക്ബീർ ചെല്ലുമ്പോൾ അല്ലാഹു ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നിയ്യത്ത് വേണം. ഞാൻ അല്ലാഹു അക്ബർ, ഞാൻ തക്ബീർ ചൊല്ലുന്നു എന്ന് മനസ്സിൽ കരുതുക, നാവുകൊണ്ട് പറയരുത്. തക്ബീർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? വജ്ഹത്ത് ഓതലല്ലേ? വജ്ഹത്ത് ഓതുമ്പോൾ എന്ത് കരുതുക? ഞാൻ വജ്ഹത്ത് ഓതുന്നു എന്ന് കരുതുക, എന്നിട്ട് വജ്ഹത്ത് ഓതുക. വജ്ഹത്ത് കഴിഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് തുടങ്ങുമ്പോൾ ഞാൻ ഫാത്തിഹ സൂറത്ത് ഓതുന്നു എന്ന് മനസ്സിൽ കരുതി നിയ്യത്തോടു കൂടിയാവണം. അത് കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോഴും ഞാൻ സൂറത്താണ് ഓതുന്നത് എന്ന നിയ്യത്തിൽ ഞാൻ സൂറത്ത് ഓതുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിൽ കരുതുക, വേറെന്തോ ചിന്തിച്ച് റുക്കൂയിലേക്ക് പോയത്, ഞാൻ റുക്കൂയിലേക്ക് പോകുന്നു. റുക്കൂന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ റുക്കൂന്ന് എഴുന്നേൽക്കുന്നു. സുജൂദിലേക്ക് പോകുമ്പോൾ ഞാൻ സുജൂദിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോ അമല് ചെയ്യുമ്പോഴും ആ അമല് ഞാൻ ചെയ്യുകയാണെന്ന് നിയ്യത്ത് ചെയ്യുകയും ചെയ്ത് തീരുന്നത് വരെ ഞാൻ ഇന്ന അമലിലാണ്, ഇന്ന ഫർളിലാണ് എന്ന് മനസ്സിലുണ്ടാവുകയും ചെയ്താൽ ഉറപ്പാണ് നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. ഇന്നത്തെ അസ്ർ മുതൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി. ഓരോ അമൽ ചെയ്യുമ്പോഴും ഞാൻ ഇന്നത് ചെയ്യാണ് എന്ന് മനസ്സിലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.